മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. സ്വർഗ കവാടങ്ങളുടെ 2 കട്ടിലുകൾ തമ്മിലുള്ള ദൂരമുണ്ടല്ലോ, മക്കയും ഹിജറും തമ്മിലുള്ളതോ അല്ലെങ്കിൽ മക്കയും ബസറയും പോലെയുള്ള ദൂരം. 2 രാജ്യങ്ങൾ, 2 കട്ടിലിന്റെ ദൂരം പറഞ്ഞു. ആയിരിക്കുമെന്ന് ചോദിക്കുക. ഇത് സ്വർഗത്തിലുള്ള കാഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ, വിവിധ തട്ടുകളെ കുറിച്ചിട്ടൊക്കെ. കർമ്മങ്ങളുടെ നിലവാരം അനുസരിച്ചിട്ട് ഓരോരോ തട്ടുകളിലേക്കായിരിക്കും. അത് പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള മോശത്തെക്കുറിച്ചും പറയണ്ടേ, പാപങ്ങൾ ചെയ്ത് കൂട്ടിയവരെ കുറിച്ചിട്ടും കൂടെ പറയണ്ടേ. സ്വർഗം നിനക്കൊരു സാമ്രാജ്യമായിരിക്കുമെന്ന. അപ്പൊ നരകമോ അറ്റമില്ലാത്ത ഒരു ലോകം. അവിടെ ഒന്നിനും അറ്റം ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാല് ഉദാഹരണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇല്ല എന്ന് പറഞ്ഞത്. പറഞ്ഞു ഒന്നിനും അറ്റം ഇല്ല എന്നാ പറയുന്നത്. ഈ പ്രപഞ്ചത്തെക്കാട്ടിലുണ്ട് അത്രേ സ്വർഗം. എന്നിട്ട് ഒരു ഉസ്താദ് പറയുന്നുണ്ട് 100 റൂമുകൾ ഉണ്ട് അത്രേ, ഒരു റൂം 100 കിലോമീറ്റർ ഉണ്ടെന്ന്. എന്ത് കാര്യം ഉണ്ടെന്ന്, ഇതൊക്കെ ആരാ അടിച്ചു വരി വൃത്തിയാക്കും? ചുമ്മാ കിടന്നാലും വലയൊക്കെ പിടിക്കത്തില്ലേ, വൃത്തികേടാകത്തില്ലേ? അല്ലെങ്കിൽ അടച്ചിട്ട വീട്ടിൽ ഒരു തരം സ്മെല്ലായിരിക്കില്ലേ? 100 കിലോമീറ്റർ ഉള്ള ഒരു മുറിയോ? അങ്ങനെ 100 മുറിയുള്ള കൊട്ടാരൻ. ഇതിനകത്തുള്ളതാരാ? ഒരു ഹൂറിപ്പെണ്ണും ഇയാളും. 1 വർഷം വരെ നീണ്ടു നിൽക്കും അത്രേ ഒരു ലൈംഗിക ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ. എന്ത് സുഖമാണുള്ളതെന്ന് അറിയില്ല. എല്ലാ ദിവസവും മന്തി ബിരിയാണി തിന്നാല് സുഖം ഉണ്ടാവുമോ? എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ ഒരേ കറി, ഒരേ ചോറ്, ഒരേ ബിരിയാണി, അതിൽ എന്ത് സുഖമാണ് ഉണ്ടാകുക? അപ്പോൾ നിലവാരമുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പ്രതിഫലങ്ങളുടെ നിലവാരവും നമുക്ക് കണക്ക് കൂട്ടാമായിരുന്നു. അത് തന്ന പടച്ചവന്റെ നിലവാരവും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഓരോ തട്ടുകളിലേക്ക് പോകുന്തോറും ആസ്വാദനങ്ങളും ആനന്ദങ്ങളും കൂടി വന്നിട്ട് ഓരോ തട്ടുകളിലുള്ള വിശ്വാസികളുടെ നിലവാരം പടച്ചവനോടെ ബോർഡിൽ എഴുതി വെച്ചേക്കും. അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണെങ്കിൽ വായിക്കാനും പറ്റില്ല. എന്ത് സ്വർഗമാണെന്നേ അത്. ഈ സ്വർഗമൊക്കെ എനിക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞോട്ടെ. പടച്ചവനെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് എത്തിക്സ് ഇല്ലാത്തതൊന്നും വേണ്ട. എനിക്കതൊന്നും ഇഷ്ടവുമല്ല. ഏത് സാധനമാണെങ്കിലും ഗുണനിലവാരത്തിൽ വളരെയധികം വ്യത്യാസം കാണിക്കാറുണ്ട്. പക്ഷേ പടച്ചവനിലുള്ള വിശ്വാസം, മതം വിൽക്കാൻ നടക്കുന്ന ആളുകൾ, മതക്കച്ചവടക്കാരുടെയും ഒക്കെ പരിപാടി ഉണ്ടല്ലോ, നിലവാരമില്ലാത്തതായതുകൊണ്ട് എനിക്കത് ആ പടച്ചോന് നിലവാരമില്ല, ആ വിശ്വാസത്തിന് നിലവാരമില്ല. അത് മുന്നോട്ട് വെക്കുന്നത് യുക്തിബോധമല്ല, എത്തിക്സ് ഇല്ലാത്ത ഒരു പടച്ചോനാണ്. അതുകൊണ്ട് ആ പടച്ചോനെ എനിക്ക് വേണ്ട. ക്ലാസ് പടച്ചോനാണ് അള്ളാഹു എന്നാ പറയാറുള്ളത്. പക്ഷേ വലിയ രസമില്ല. പിന്നെ ഒരു യുക്തിവാദിയാണെങ്കിൽ, ഒരു ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരോട് എന്ത് അനാവശ്യവും പറയാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പടച്ചോന്റെ നിലവാരം എന്താ? എനിക്കതിനോട് താല്പര്യമില്ല. യുക്തിവാദികളോട് സംസാരിക്കുമ്പോഴേക്ക് ഏറ്റവും നിലവാരം കുറഞ്ഞ രൂപത്തിൽ അവരുടെ ഉമ്മയെ വരെ ഭോഗിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെയൊക്കെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അവനെയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പടച്ചോനാണെങ്കിൽ എന്തോ എനിക്ക് താല്പര്യമില്ലാത്തതാണോ? അതോ ഇനിയിപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നവുമില്ല കേട്ടാ. അപ്പോ ഇങ്ങനത്തെ ഒരു പടച്ചോൻ, ഈ പടച്ചോനെ കുറിച്ചിട്ട്, ഈ പടച്ചോനെ എന്ന് കാണാൻ വേണ്ടി, ഈ പടച്ചോന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പൊതുവെ മനുഷ്യൻ പട്ടിണി ഇരിക്കുന്നത് കേട്ടോ. നോമ്പ് പിടിച്ചാല് പടച്ചോൻ നമുക്ക് സ്വർഗം തരും. ഇന്ന് മുതല് മനുഷ്യര് വ്രതത്തിലാണ്. ഈ വ്രതം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഉസ്താദന്മാർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്ന്, ഇതുപോലുള്ള ഉസ്താദന്മാരെ നിങ്ങൾക്ക് ഉടനെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ പറ്റും. ഇവർക്കിപ്പോ കുട്ടികളെ മദ്രസയിൽ കിട്ടത്തില്ലല്ലോ, റമളാൻ മദ്രസയില്ല. പിന്നെ എങ്ങനെ ഇവർ സുഖിക്കും? സ്പർശനം, ദൃശ്യം, പിന്നെ കുറച്ച് സംസാരം, ഇങ്ങനെയൊക്കെ ഓരോരോ രൂപത്തിലാണല്ലോ ഇവര് സുഖങ്ങൾ കണ്ടെത്തുന്നത്. നോമ്പ് കാലത്ത് എന്താ ചെയ്യുക? തൽക്കാലം ഇവരിത് പറഞ്ഞ് സുഖിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആകെ ആളുകളെ പിടിച്ചിടാൻ പറ്റുന്നത് ഭോഗത്തിലാണെന്ന് അവർക്കറിയാം. കാരണം ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി.
അതുകൊണ്ട് അതിൽ തന്നെയാണ് പഠിക്കുന്നത്. നോക്കിക്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ തമ്പനയിൽ കണ്ടത് തന്നെയാണ്. നോമ്പുകാരനായിരിക്കെ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ്. ഇതറിയാത്തത് കൊണ്ട് എത്രയോ ആളുകൾ നോമ്പ് പിടിക്കാതിരിക്കുന്നുണ്ട്. സ്വയംഭോഗം ചെയ്യാൻ പറ്റുമോ ഇല്ലേ? പകലൊരു മനുഷ്യൻ അധ്വാനിക്കാൻ പോട്ടെ. അവന് ചുമ്മാ ഈ ഭോഗവുമായിട്ട് ലിംഗവും കയ്യെ പിടിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? അവനവന്റെ ജീവിതത്തില് കുടുംബത്തില് നിൽക്കാൻ തിരിയാത്ത രൂപത്തിൽ സമയമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. അവനൊരുപാട് ജോലി തിരക്കുകളുണ്ട്. അവനവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ്. നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സമയം നമുക്കറിയാമല്ലോ. ഈ ഭോഗത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കാൻ ആർക്ക് എവിടെ സമയം? ഇവറ്റകൾക്ക് ഇതിനേ സമയമുള്ളൂ. ശരി, ഒരുപാട് ആളുകൾക്കുള്ള സംശയം, ഭാര്യയുമായി ബന്ധപ്പെടൽ നോമ്പ് മുറിയുമെന്ന്, ജിമാ ചെയ്യൽ നോമ്പ് മുറിയുമെന്ന് പല ആളുകൾക്കും അറിയാം. എന്നാൽ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും സംശയമാണ്. അതുപോലെ തന്നെ ജിമാ ചെയ്താൽ കഫാറത്തുണ്ട് എന്ന് ചില ആളുകൾക്കറിയാം. അതുപോലെ സ്വയംഭോഗം ചെയ്താൽ കഫാറത്ത് ഉണ്ടോ എന്ന സംശയം പല ആളുകളിലുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പുകാരൻ സ്വയംഭോഗം ചെയ്യാം. സ്വയംഭോഗം എന്ന് പറയുമ്പോൾ സ്വന്തം മനീയ് മനഃപൂർവ്വം പുറപ്പെടുവിക്കുക എന്നത്, കൈകൊണ്ടോ എങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും സ്വമേധയാ മനഃപൂർവ്വം മനീയ് പുറപ്പെടുവിക്കുക. ഒരു സ്ഥലത്തേക്ക് നോക്കി ചിന്ത കൊണ്ട് മനീയ് പുറപ്പെടുക എന്നത് അതിൽ നിന്ന് വ്യത്യാസമാണ്. പ്രവൃത്തി കൊണ്ട് പുറപ്പെടുവിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വന്തമായ ഏതുതരം പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തി കൊണ്ട് മനീയ് പുറപ്പെട്ടാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്, മുറിയുന്നതാണ്. ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. അതുപോലെ തന്നെ ജിമാ ചെയ്താലുള്ളത് പോലത്തെ കഫാറത്ത് ഇതിനുണ്ടോ? കഫാറത്ത് പ്രായശ്ചിത്തം അല്ല ഫാത്തിമ. സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ആർക്കാണുള്ളത് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. പറയിപ്പിക്കണം. ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ എടുത്തങ്ങോട്ട് ഇട്ട് തരട്ടെ. നോമ്പ് കാലത്ത് പൊതുവെ എല്ലാ ഉസ്താദുമാരുടെയും ചാനലുകളിലേക്കൊന്ന് നോക്ക്. അവര് ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. നോമ്പ് തുടങ്ങിയിട്ട് പോലുമില്ല, തുടങ്ങി സ്വയംഭോഗം ചെയ്യാമോന്ന്. ഇന്ന് തറാവി നമസ്കരിച്ച് നാളെയല്ലേ നോമ്പ് തുടങ്ങുക. അപ്പോഴേക്ക് തന്നെ ഉസ്താദ് പോയത് നേരെ ഭോഗത്തിലേക്ക്. നമ്മുടെ കുഴപ്പമാണോ? നോമ്പുകാരൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് മുറിച്ചാല് അയാള് 60 ദിവസം തുടരെ നോമ്പ് അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്. ആ ഒരു കഫാറത്ത് സ്വയംഭോഗം ചെയ്ത് നോമ്പ് മുറിഞ്ഞവന്, നോമ്പ് നഷ്ടപ്പെടുത്തിയവന് ഉണ്ടോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം. ആ ഒരു കഫാറത്ത് സ്വയംഭോഗം ചെയ്ത് നോമ്പ് മുറിച്ചവന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാലത്ത് എല്ലാ വിചാര ചിന്തകളെ കുറിച്ചും മാറി നിന്ന്, അതിനെ തൊട്ട് മാറി നിന്ന് നോമ്പുകാരനായി അള്ളാഹുവിലേക്ക് ഖുർആനോദിയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായും ജീവിക്കാൻ കഴിയണം. സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കുറ്റകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നബിയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. നബിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട, അത് നബി അങ്ങ് തീരുമാനിച്ചു. ആരും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. നബിക്ക് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്. അവരുമായിട്ട് തന്നെ 1 മണിക്കൂറിൽ 11 ഭാര്യമാരുമായിട്ടാണ് പ്രവാചകൻ ബന്ധപ്പെടാറുള്ളത് തന്നെ. എന്നിട്ട് ഒരു കുളിയാണ് നബി ആകെ കുളിച്ചിരിക്കുന്നത്. ഇതൊക്കെ കുളിയുടെ അധ്യായത്തില് പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മളാരും പറയണതൊന്നും അല്ലേ. തീർന്നിട്ടില്ല.